ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീട്ടിലുള്ള ക്ലോക്കിൻ്റെയും ടൈം പീസിൻ്റെയും റിമോട്ടിൻ്റെയും ഒക്കെ ബാറ്ററി കേടായി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? വെറുതെ അങ്ങോട്ട് വലിച്ചെറിയും. കേടായ ബാറ്ററി ഒന്നും ഇനി ആരും വെറുതെ വലിച്ചെറിഞ്ഞ് കളയണ്ട കേട്ടോ. അതുകൊണ്ട് നമുക്കൊരു അടിപൊളി സൂത്രം ചെയ്യാം. ഇങ്ങനെ കേടായിപ്പോയ ഒരു ബാറ്ററി ഉണ്ടെങ്കിൽ നമ്മുടെ വീടിനകത്തും പുറത്തും ഒക്കെ ശല്യക്കാരായ എലികളെയും പെരിച്ചാഴികളെയും ഒക്കെ കൂട്ടത്തോടെ നമുക്ക് നശിപ്പിക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് നോക്കാം. എലികളെ മാത്രമല്ല കേട്ടോ, പാമ്പിൻ്റെ ശല്യം ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കും. എലികളെ നശിപ്പിക്കാനുള്ള 2 ടിപ്സാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. നമ്മുടെ ഫസ്റ്റ് ടിപ്പ് ചെയ്യാനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1 സ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. എലികളെ നമ്മുടെ മിക്സിനടുത്തേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടി ഒരല്പം ശർക്കര ചീകിയത് കൂടിയിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കണം. മൈദയും വെളിച്ചെണ്ണയും ശർക്കര ചീകിയതും കൂടി നല്ലതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ ഒന്ന് കുഴച്ചെടുക്കണം. പിന്നെ നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെ വേണം നമ്മുടെ ഈ മിക്സ് കുഴച്ചെടുക്കാൻ. വെള്ളത്തിന് പകരമായിട്ട് നമുക്കിതിലേക്ക് ഒരൽപ്പം വിനാഗിരി ചേർത്ത് കൊടുക്കാം. വിനാഗിരി അല്പമായി ചേർത്ത് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിന് നമുക്ക് ഈ മാവ് ഒന്ന് കുഴച്ചെടുക്കണം. പിന്നെ യൂട്യൂബിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ടിപ്സ് കാണിക്കുന്നത്. ഞാൻ ചെയ്തു നോക്കി നല്ല റിസൾട്ട് കിട്ടിയ ടിപ്പാണ് കേട്ടോ ഇത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ഇത് ഉപകാരപ്പെടും. മൈദയും വെളിച്ചെണ്ണയും ശർക്കര ചീകിയതും വിനാഗിരി ചേർത്ത് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ മാവ് 2ആയിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഒരു പീസ് മാവെടുത്ത് കൈവെള്ളയിൽ വെച്ച് നന്നായിട്ടൊന്ന് ഉരുട്ടിയതിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അധികം കട്ടിയൊന്നുമില്ലാതെ ഇതുപോലെ വേണം മാവ് പരത്തിയെടുക്കാൻ. പരത്തിയെടുത്ത മൈദമാവ് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്ത പീസും ഇതുപോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കാം. ചെറുതായിട്ട് പരത്തിയെടുത്ത മാവ് രണ്ടും ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ ടിപ്പ് ചെയ്യാനായിട്ട് ഒരു ബാറ്ററി വേണം. ഞാനിവിടെ ക്ലോക്കിൻ്റെ കേടായ ഒരു ബാറ്ററിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ബാറ്ററി ഒന്ന് പൊട്ടിച്ചെടുക്കണം. അതിനായിട്ട് ഒരു പേപ്പറിലേക്ക് ഇതുപോലെ വച്ചതിന് ശേഷം നമുക്കതൊന്ന് പൊട്ടിച്ചെടുക്കാം. പിന്നെ കേടായ ബാറ്ററിയൊക്കെ ഈ വേസ്റ്റ് എന്ന കാറ്റഗറിയിൽ പെടുന്നതാണ്. അതുകൊണ്ട് അതെല്ലാം നമ്മുടെ വീടിന് ചുറ്റും ഒന്ന് വലിച്ചെറിഞ്ഞ് കളയരുത്. നമ്മൾ വലിച്ചെറിയുന്ന ബാറ്ററിയൊക്കെ ഏറെ നാൾ മണ്ണിൽ കിടക്കുമ്പോൾ അതിൻ്റെ മെറ്റൽ കവറിംഗ് ഒക്കെ നശിച്ചു പോകും. ഇങ്ങനെ ബാറ്ററിയുടെ മെറ്റൽ കവറിങ്സ് നശിച്ചു കഴിയുമ്പോൾ ബാറ്ററി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ലെഡ്, കാഡ്മിയം, ക്രോമിയം തുടങ്ങിയ ഹാംഫുൾ കെമിക്കൽസ് എല്ലാം നമ്മുടെ മണ്ണിലേക്ക് ഇറങ്ങും. ഇങ്ങനെ മണ്ണിൽ അലിഞ്ഞിറങ്ങുന്ന കെമിക്കൽസ് നമ്മുടെ കുടിവെള്ളത്തിലേക്ക് കലർന്നു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിന് മാത്രമല്ല നമ്മുടെ നിലനിൽപ്പിന് തന്നെ അത് ഭീഷണിയാകും. അതുകൊണ്ട് കേടായ ബാറ്ററികൾ, മൊബൈൽ ഫോണുകൾ, ബൾബുകൾ തുടങ്ങിയ ഈ വേസ്റ്റ് കാറ്റഗറിയിൽ പെടുന്ന വസ്തുക്കളെല്ലാം നമ്മുടെ പ്രകൃതിയിലേക്ക് വലിച്ചെറിയാതെ ആവശ്യമായ രീതിയിൽ തന്നെ ഡിസ്പോസ് ചെയ്യാൻ ശ്രദ്ധിക്കണേ. ബാറ്ററി ഞാനിവിടെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കാണുന്ന ആ ബ്ലാക്ക് പൗഡർ മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത്. ബാക്കിയൊക്കെ എടുത്തു മാറ്റാം. പിന്നെ ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ മുറിവോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഗ്ലൗസ് ഇടാൻ മറക്കല്ലേ. ലെഡ്, കാഡ്മിയം, ക്രോമിയം, സിങ്ക് എന്നിവയൊക്കെ ചേർന്ന ഒരു മിക്സറാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ബ്ലാക്ക് പൗഡർ. പേപ്പറിൽ നിന്ന് നമുക്കതൊരു ബൗളിലേക്ക് മാറ്റിക്കൊടുക്കാം. എലി, പെരിച്ചാഴി എന്നിവയെ കൂട്ടത്തോടെ നശിപ്പിക്കാനുള്ള നമ്മുടെ ഐറ്റംസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാം. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ മാവിൽ നിന്നും ഒരെണ്ണ എടുത്ത് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഈ ബ്ലാക്ക് പൗഡർ കുറച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഇത് കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ഇതുപോലെ ഒന്ന് ചുറ്റി ഒട്ടിച്ചു കൊടുക്കാം. ഉള്ളിലിരിക്കുന്ന ബ്ലാക്ക് പൗഡർ ഒട്ടും തന്നെ പുറത്തു പോകാത്ത രീതിയിൽ കൈവെള്ളയിൽ വെച്ച് നമുക്കതൊന്ന് ഉരുട്ടിയെടുക്കാം. ഉരുട്ടിയെടുത്ത ബോൾ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്ത മാവും നമുക്കിതുപോലെ തന്നെ പൗഡർ നിറച്ച് ഉരുട്ടിയെടുക്കാം. എലികളെ ഇതിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ശർക്കര പൊടിച്ചതും വെളിച്ചെണ്ണയും ഒക്കെ ചേർത്ത് കൊടുത്തത്. എന്നാലും കുറച്ചുകൂടി അട്രാക്ഷൻ കിട്ടുന്നതിന് വേണ്ടി ഒരു ചെറിയ ബിസ്ക്കറ്റിൻ്റെ പീസോ അല്ലെങ്കിൽ റസ്കിൻ്റെ പീസോ കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു ചെറിയ പീസ് റസ്ക് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ആ ഉരുട്ടി വച്ചേക്കുന്ന ബോൾസ് ഓരോന്നെടുത്ത് ഈ റസ്ക് പൊടിയിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം.
പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്തു വയ്ക്കുമ്പോൾ നമ്മുടെ കുട്ടികളോ വളർത്തുമൃഗങ്ങളോ ഇതൊക്കെ എടുക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ. സന്ധ്യാസമയത്താണ് എലികൾ ആഹാരം തേടി നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്ക് വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഇതുപോലെ ഉണ്ടാക്കി എലികൾ വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ വെച്ചു കൊടുക്കാം. അടുക്കളയുടെ പിറകിലും കാർ പോർച്ചിലും അതുപോലെ തന്നെ ചെടിച്ചട്ടികളൊക്കെ ഇരിക്കുന്ന ഭാഗത്താണ് എനിക്കിവിടെ എലിശല്യം കൂടുതലായിട്ടുള്ളത്. പിന്നെ നമ്മുടെ മരുന്ന് കഴിച്ചാൽ എലികൾ പെട്ടെന്നൊന്നും പിടഞ്ഞു വീണ് ചാവില്ല കേട്ടോ. ഇത് തിന്നതിന് ശേഷം എലികൾ വെള്ളം കുടിക്കുമ്പോഴാണ് നമ്മുടെ ഈ മരുന്ന് മാരക വിഷമായി മാറുന്നത്. ലെഡ്, കാഡ്മിയം, ക്രോമിയം, സിങ്ക് തുടങ്ങിയ ഒട്ടനവധി കെമിക്കൽസ് ചേർന്നതാണ് ബാറ്ററിക്കുള്ളിലെ ആ ബ്ലാക്ക് പൗഡർ. ഇതെല്ലാം വെള്ളവുമായി മിക്സ് ആകുമ്പോൾ ഹാംഫുൾ ആയ അസിഡിക് നേച്ചറിലേക്ക് മാറുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന മാരക വിഷമായ ആസിഡാണ് എലികളെ നശിപ്പിക്കാൻ സഹായിക്കുന്നത്. ഈ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് മിക്സ് തയ്യാറാക്കാനായിട്ട് നമ്മൾ വെള്ളം ഒരു തുള്ളി പോലും എടുക്കാതിരുന്നത്. ഒറ്റ യൂസിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇത്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചെയ്തു നോക്കണേ. ഇനിയിപ്പോൾ മാവൊക്കെ എടുത്ത് കുഴയ്ക്കാനും പിടിക്കാനും ഒന്നും സമയമില്ലാത്തവർക്ക് വേണ്ടിയുള്ളതാണ് അടുത്ത ടിപ്പ്. നമ്മുടെ രണ്ടാമത്തെ ടിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ഇതിനായിട്ട് ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് എടുത്താൽ മതി കേട്ടോ. ഉരുളക്കിഴങ്ങ് രണ്ടായിട്ടൊന്ന് മുറിച്ചെടുക്കാം. മുറിച്ചെടുത്ത ഒരു പീസിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു കത്തി കൊണ്ട് ഇതുപോലെ ഒന്ന് ചുരുണ്ടി ഒരു കുഴി ഉണ്ടാക്കിയെടുക്കാം. സൈഡിലൊന്നും കത്തി കൊണ്ട് മുറിയാതെ കീറാതെ പൊട്ടിപ്പോവാതെ വേണം കുഴി ഉണ്ടാക്കിയെടുക്കാൻ. ഇതുപോലെ ഹോൾ ഉണ്ടാക്കിയതിന് ശേഷം നമുക്കിതിൻ്റെ അടിഭാഗം ചെറുതായിട്ടൊന്ന് മുറിച്ച് മാറ്റാം. നമ്മുടെ പൊട്ടറ്റോ പീസ് ചെരിഞ്ഞു പോകാതെ നേരെ ഇരിക്കുന്നതിന് വേണ്ടിയാണ് അടിഭാഗം മുറിച്ച് മാറ്റുന്നത്. അടുത്ത പീസിലും നമുക്കിതുപോലെ തന്നെ ഹോൾ ഉണ്ടാക്കിയെടുക്കാം. 2 പൊട്ടറ്റോ പീസിൻ്റെയും സെൻറ്ററിലായിട്ട് കുഴി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ബാറ്ററിയുടെ പൊടിയിൽ നിന്നും കുറേശ്ശെ എടുത്ത് ഈ കുഴിയിലേക്ക് ഇട്ട് നിറച്ചു കൊടുക്കാം. നിങ്ങൾക്ക് എലിശല്യം കൂടുതലാണെങ്കിൽ 2-3 ബാറ്ററി എടുക്കാം കേട്ടോ ഇതിനായിട്ട്. 2 പൊട്ടറ്റോ പീസിൻ്റെയും കുഴികളിലേക്ക് നമുക്ക് ബ്ലാക്ക് പൗഡർ നിറച്ചു കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന റസ്കിൻ്റെ പൊടിയിൽ നിന്നും കുറച്ചെടുത്ത് ഈ ബാറ്ററി പൊടിയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ബാറ്ററി പൗഡറിൻ്റെ മുകളിലേക്ക് റസ്ക് പൊടി ഇട്ടതിന് ശേഷം വിരൽ കൊണ്ട് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കണം. ഇവിടെയും നമ്മൾ ഒരു തുള്ളി പോലും വെള്ളം ഉപയോഗിക്കുന്നില്ല കേട്ടോ. ഉരുളക്കിഴങ്ങൊക്കെ എലികൾക്ക് ഒത്തിരി ഇഷ്ടമുള്ള സാധനമാണ്. അതുകൊണ്ട് ഇത് എങ്ങനെ വെച്ചാലും എലികൾ എടുത്തുകൊണ്ട് പോയിക്കോളും. 2 പൊട്ടറ്റോ പീസിൻ്റെ മുകളിലും റസ്ക് പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് അമർത്തി ടൈറ്റാക്കി കൊടുക്കണം. നമ്മുടെ വീടിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലും എലിമാളങ്ങൾ ഉണ്ടെങ്കിൽ ഇതിൽ നിന്നും ഓരോന്നെടുത്ത് ഓരോ മാളത്തിലേക്കും ഇട്ട് കൊടുക്കാം. പിന്നെ എലികളെ നശിപ്പിച്ചാൽ തന്നെ പാമ്പുകളുടെ ശല്യവും നമ്മുടെ പരിസരത്ത് നിന്നും ഇല്ലാണ്ടാകും. ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഈ ഒറ്റ ടിപ്പ് കൊണ്ട് തന്നെ എലികളുടെയും പാമ്പുകളുടെയും ശല്യം നമുക്ക് തീർത്തും ഇല്ലാതാക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഈ 2 ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്